ഡൽഹി സ്ഫോടനത്തിന് പിന്നാലെ കേരളത്തിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലൊക്കെ പരിശോധന നടക്കുകയാണ്. ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ്. ആതിര, ശക്തമായ പരിശോധന തന്നെയല്ലേ കേരളത്തിൽ പലയിടങ്ങളിലും നടക്കുന്നത്? ശ്രീജ, ഈ ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ പലയിടങ്ങളിലും കർശനമായിട്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ പുരോഗമിക്കുന്നത്. കേരള പോലീസ് മേധാവി സംസ്ഥാനത്തൊക്കെ തന്നെ ഈ ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, അതുപോലെ തന്നെ ആരാധനാലയങ്ങൾ തുടങ്ങിയ ആളുകൾ കൂടുന്ന ഇടങ്ങളിലൊക്കെ തന്നെ കർശനമായ പരിശോധന നടത്തണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരത്ത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ കർശനമായ രീതിയിൽ ഇപ്പോൾ പരിശോധന പുരോഗമിക്കുന്നത്. സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ കാണുന്നവരെ ഒക്കെ തന്നെ കൃത്യമായ രീതിയിൽ പരിശോധിച്ച് അവരുടെ രേഖകൾ ഉൾപ്പെടെ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷമാണ് ഈ റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് അവരെ പറഞ്ഞയക്കുന്നത്. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്ന് കയറുന്നവരുടെയും ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നവരുടെയും ബാഗുകൾ ഉൾപ്പെടെ കൃത്യമായ രീതിയിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷമാണ് ഈ റെയിൽവേ സ്റ്റേഷന് പുറത്തേക്കായാലും പറഞ്ഞയക്കുന്നതൊക്കെ തന്നെ കൃത്യമായ രീതിയിൽ ആളുകളുടെയും അതുപോലെ തന്നെ രാത്രികാലങ്ങളിലും ഈ ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലും ഒക്കെ തന്നെ പോലീസ് പെട്രോളിംഗ് ഉൾപ്പെടെ ശക്തമാക്കിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാനത്തുടനീളം എല്ലാ വിധത്തിലുള്ള റെയിൽവേ സ്റ്റേഷൻ അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പുകൾ, ആളുകൾ കൂടുന്ന ഇടങ്ങളിലൊക്കെ തന്നെ ശക്തമായ രീതിയിലുള്ള കർശനമായ രീതിയിലുള്ള പരിശോധനയാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ബാഗുകൾ ഉൾപ്പെടെ കൃത്യമായ രീതിയിൽ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ അണിനിരത്തിക്കൊണ്ടാണ് പോലീസിന്റെയും അതുപോലെ തന്നെ സുരക്ഷാ സേനയുടെയും ഒക്കെ തന്നെ പരിശോധന പുരോഗമിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനുകളിൽ വന്നിറങ്ങുന്നവരുടെയും ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നവരുടെയും ബാഗുകളും അവരുടെ സംശയം തോന്നുന്നവരുടെ രേഖകളും ആധാർ കാർഡുകളും ഉൾപ്പെടെ നോക്കി അതിനുശേഷം മാത്രമാണ് അവരെ പുറത്തേക്ക് പറഞ്ഞേക്കുന്നത്. ഉൾപ്പെടെ ഈ സംസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷൻ മൊത്തത്തിൽ സംസ്ഥാനത്തിലെ എല്ലായിടങ്ങളിലും കൃത്യമായ രീതിയിലുള്ള പരിശോധനയാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പ് ഇവിടെ ട്രെയിൻ വന്നിറങ്ങിയ സമയത്ത് ഒക്കെ തന്നെ കൃത്യമായ രീതിയിലുള്ള പരിശോധനയൊക്കെ തന്നെ പോലീസ് നടത്തിയിരുന്നു. നിലവിലേതായാലും ഈ ഡൽഹി സ്ഫോടനത്തിന്റെ ഭാഗമായുള്ള പരിശോധന കേരളത്തിലും ശക്തമായ രീതിയിൽ പുരോഗമിക്കുകയാണ്. ശരി ആതിര, കേരളത്തിലും ശക്തമായ ജാഗ്രതാ നിർദ്ദേശം, പരിശോധന.